ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് വലിയ ഡിമാൻഡ് ഉണ്ട്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് ഒരു അനുകൂലമായിട്ടുള്ള മണ്ഡലം തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് പ്രത്യേകിച്ച് വനിതാ വോട്ടർമാരെ ആകർഷിക്കാനും പിന്നെ മുതിർന്ന വോട്ടർമാരെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ആകർഷിക്കാൻ പാർട്ടിക്ക് അതീതമായുള്ള വോട്ടുകൾ പിടിച്ചു കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണ്. പെട്ടെന്ന് തന്നെ കളം പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ശോഭാ സുരേന്ദ്രനുണ്ട്. നല്ല പ്രാസംഗികയാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നിയമസഭയിൽ എന്തായാലും എത്തേണ്ട ഒരു നേതാവിനെ ഒരു വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ തന്നെയാണ് മത്സരിപ്പിക്കേണ്ടത്. ഇപ്പോൾ കായംകുളത്തോ അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ശോഭ മത്സരിക്കുകയാണെങ്കിൽ നന്നായിട്ട് വോട്ട് പിടിക്കും, ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തൊക്കെ വരും. പക്ഷേ ജയിക്കാനുള്ളൊരു സാധ്യത വിരളമാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. പിന്നെ പാലക്കാടും തൃശ്ശൂരും ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട്. പാലക്കാടും നല്ല സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കുമ്പോൾ, കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കുമ്പോൾ BJP എന്തായാലും നിയമസഭയിൽ എത്തിക്കാൻ ശ്രമിക്കേണ്ട നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ.